My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. What is next in your life? നിങ്ങളുടെ ലൈഫിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെ മേജർ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത് വെരി സൂൺ ഇൻ യുവർ ലൈഫ് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. സോ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് ഇവിടെ 3 ഗ്രൂപ്പ്സ് കാണാൻ സാധിക്കും, 3 കാർഡ്സ് അല്ലെങ്കിൽ 3 പിക്ചർ. സോ ഈ കാർഡിൽ ഏത് കാർഡിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. സോ ലെറ്റ് സീ വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്. സെലക്ട് യുവർ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. All right, let's start with group number 1. Hey, group number 1, what is next in your life? നിങ്ങളുടെ ലൈഫിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ്, മേജർ ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ലെറ്റ്സ് സേ ഗ്രൂപ്പ് നമ്പർ 1 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഒരുപാട് കാര്യത്തിനോട് താല്പര്യം തോന്നാം, പക്ഷെ ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള ചില കാര്യമാണ് അല്ലേ. സോ നമുക്ക് ഒന്നുകിൽ അത്ര ഒരു ഇഷ്ടം തോന്നണം, അല്ലെങ്കിൽ അത്ര താല്പര്യം തോന്നണം ചില കാര്യത്തിനോട് അല്ലേ. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ദൃഷ്ടി ചില കാര്യത്തിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് പതിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് പ്രോബബ്ലി നിങ്ങൾ കൂടുതൽ എൻകറേജ് ചെയ്യുന്നതോ എൻ്റർടൈൻ ചെയ്യാനോ സാധ്യത വളരെ കൂടുതലുള്ള കാര്യമായിരിക്കാം. സോ നിങ്ങൾക്ക് ഒരുപാട് ഒരു സ്പാർക്ക് കിട്ടുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻസൈറ്റ് തരുന്ന കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഈ ഒരു സമയത്ത് എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കാൻ പോകുന്നത്. ഓക്കെ, സോ വെരി സൂൺ ഇതുപോലത്തെ ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് പോലെ നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ നിങ്ങൾ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എങ്ങനെയാണോ കാണാൻ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളതിൽ ഒരുപാട് ബോധർ ചെയ്യുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വലിയൊരു സ്റ്റൈലാക്കി നിങ്ങൾ എടുക്കുന്നതായിരിക്കാം, നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി ആക്കി എടുക്കുന്നതായിരിക്കാം. ഓക്കെ, സോ അത് വളരെ ബ്യൂട്ടിഫുള്ളി നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, നിങ്ങളുടെ ലുക്കിൽ വന്നിട്ടുള്ള അറിയാതെയോ നിങ്ങളുടെ ലുക്കിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ഒരു ഗ്രേറ്റ് ഐഡൻറ്റിറ്റി ആയിട്ട് നിങ്ങൾ അത് ഗ്രാൻഡ് ചെയ്യാണ്. ഓക്കെ, അതിനുള്ളൊരു പെർമിഷൻസ് കൊടുക്കുകയാണ്. അത് നിങ്ങൾ വളരെ ആസ്വദിക്കുന്ന ഒരു കാര്യം കൂടി ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ പൊതുവെ കുറച്ച് വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ വളരെ റിസർവ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. സിറ്റുവേഷൻ കാരണമായിരിക്കാം. സോ മേ ബി ലൈക്ക് നിങ്ങളുടെ ഒരു സ്ഥായി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം, പക്ഷേ ചില ആളുകൾക്ക് നിങ്ങളുടെ സാഹചര്യം കൊണ്ട് നിങ്ങൾ വളരെ റിസർവ്ഡ് ആയി പോയിട്ടുണ്ടായിരിക്കണം അല്ലേ. സോ നിങ്ങളൊന്ന് ഒതുങ്ങി പോയിട്ടുണ്ടായിരിക്കണം, ഒരു സ്പേസിൽ തന്നെ നിങ്ങൾ സ്റ്റക്കായിട്ട് പോയിട്ടുണ്ടായിരിക്കണം. സോ അങ്ങനത്തെ ആളുകൾ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് തലപൊക്കി നോക്കുന്നുണ്ട്, വെളിച്ചത്തിലേക്കൊക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ അത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ട്രാൻസ്ഫർമേഷൻ ആയിട്ട് നിങ്ങൾ തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങുക, നിങ്ങളുടെ പ്രസൻസ് ഒക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്, പ്രസൻസ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എവിടെ പോകുന്ന സമയത്തും ആളുകൾക്ക് നിങ്ങളുടെ ഒരു പ്രസൻസ് എക്സ്പീരിയൻസ് ചെയ്യാനും കൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ മെയിൻലി നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന്, നിങ്ങളുടെ ഒരു സ്പേസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ് നിങ്ങൾ ഈ ഒരു വരുന്ന സമയങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എടുക്കേണ്ട ഒരു ബ്ലെസ്സിങ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ വലിയൊരു മാറ്റം എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. Look deep within your heart and you will feel my love. My love for you is as deep as the ocean. All right. So ഇവിടെ നിങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഡീപ്പായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്, ഓഫ് കോഴ്സ് നിങ്ങൾ ഒരുപാട് അക്സെപ്റ്റ് ചെയ്യുന്നതും നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നതും ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അംഗീകരിക്കുന്ന ചില മാറ്റങ്ങൾ നിങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ എത്രമാത്രം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രമാത്രം കാര്യങ്ങൾ കൊടുക്കാനുണ്ട് എന്നൊക്കെ തിരിച്ചറിയുന്ന ചില മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾ വളരെ ബ്യൂട്ടിഫുള്ളി റിയലൈസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ എന്താണ് നമുക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഒരു ശ്രദ്ധ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ അല്ലേ. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുന്നതായിരിക്കാം, ചില കാര്യങ്ങളിലേക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്ന സമയത്ത്. സോ ഇതുപോലുള്ള മാറ്റങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൽഫ് അവെയർനെസ് അല്ലെങ്കിൽ സെൽഫ് ലവ് നിങ്ങളുടെ ലൈഫിൽ
സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ അതാണ് നിങ്ങൾ നിങ്ങൾക്ക് നാച്ചുറലി ചില സിറ്റുവേഷനൊക്കെ ഒരു ഡിറ്റാച്ച്മെന്റ് സംഭവിക്കുന്നുണ്ട്. സോ പ്രോബബ്ലി നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു കാര്യത്തിലേക്കും ഒരു അട്രാക്ഷൻ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വരുന്ന സമയത്ത്. സോ ലെറ്റ്സ് സീ ഗ്രിപ്പ് നമ്പർ 1, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്. എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ ചില കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് നോട്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ ഫേസിലുള്ള ചില മാറ്റങ്ങളായിരിക്കാം. അത് റീസെന്റ് ആയിട്ട് സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എത്രയോ സമയമായിട്ട് നിങ്ങളുടെ കൂടെ ഉള്ളതായിരിക്കാം. ജന്മനാ നിങ്ങളുടെ ശരീരത്തിലുള്ള ഒരു കാര്യമായിരിക്കാം, പക്ഷെ ഇപ്പോഴായിരിക്കും നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ കണ്ണിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, ഓർ നിങ്ങളുടെ താടിക്ക് എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ലിപ്പിനോട് നിങ്ങൾക്ക് എന്തോ ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ടായിരിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മേലൊരു അസെറ്റ് ആയിട്ട് നിങ്ങൾ കാണാൻ പോകുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾക്ക് അത് നോസ് ആണ്, ചില ആളുകൾക്ക് നിങ്ങളുടെ നെറ്റിയാണ്. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങളുടെ മുടിയാണ് അത്. ഓക്കെ, ചില ആളുകൾക്ക് നിങ്ങളുടെ ശരീരത്തിലുള്ള കുഴി പോലത്തെ കാര്യങ്ങൾ, അതായത് ലൈക്ക് ഡിംപിൾ പോലത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, നുണക്കുഴി. ഓക്കെ, സോ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഓൾറെഡി ഉള്ളൊരു കാര്യം നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്നുണ്ട് ആദ്യമായിട്ട് കാണുന്നത് പോലെ. ഓക്കെ, അത് നിങ്ങളുടേതാണ്, നിങ്ങളുടെ ഒരു സ്വത്തായിട്ട്, നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി ആയിട്ട്, നിങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് നിങ്ങളിങ്ങനെ കൂട്ടിച്ചേർക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. ഓക്കെ, സോ മുന്നോട്ട് വരുന്ന സമയത്ത്, സോ ലെറ്റ്സ് കൗണ്ട് വരുന്ന ഒരു 1.5 months ടൈമിനുള്ളിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് പ്രോബബ്ലി ലൈഫ് ലോങ്ങിലേക്ക് നിങ്ങളുടെ കൂടെ കൂട്ടാൻ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു 1.5 മാസം ടൈമിനുള്ളിൽ നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വലിയൊരു അസെറ്റ് ആയിട്ട് നിങ്ങൾ കാണേണ്ട കാര്യമാണ്. അത് ഈവൻ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഫൈനാൻഷ്യൽ ചേഞ്ചും ആയിക്കോട്ടെ. സോ ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ 1, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്. ഗ്രൂപ്പ് നമ്പർ 1, സോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ചില റെസ്പോൺസിബിലിറ്റി വരുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ പല പല ഏരിയാസിലൊക്കെ സംഭവിക്കുന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾ കുറച്ചുകൂടെ ഒരു എന്താ പറയുക മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരാളെ പോലെ ബിഹേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു കാരണവരെ പോലെ പെരുമാറുക എന്ന് പറയുന്നത് പോലെ. ചില ആളുകൾ നിങ്ങൾ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ചില ആളുകൾ വളരെ കുട്ടിത്തുള്ള ആളുകളായിരിക്കാം. ഓക്കെ, വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള ആളുകൾ, അവര് കാരണവരെ പോലെയൊക്കെ ആക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ അങ്ങനത്തെ ചില മാറ്റങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ മാറ്റർ ആണ് എന്ന് തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അത് ആളുകളെ കൊണ്ടും ആയിരിക്കാം, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന വസ്തുക്കളോ കാര്യങ്ങളോ സിറ്റുവേഷനും കൂടി ആയിരിക്കാം. ഓക്കെ, സോ അതായത് ലൈക്ക് നിങ്ങൾക്ക് ചില ആളുകൾ വലിയൊരു പ്രയോറിറ്റി തരുന്നുണ്ട്. നിങ്ങൾ അതുവരെ അനുഭവിക്കാത്ത ചില പ്രയോറിറ്റി ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ തരുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഒരു ക്രേവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിന്റെ വലിയൊരു ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ചാപ്റ്റർ ക്ലോസ് ചെയ്യാണ്. എസ്പെഷ്യലി നിങ്ങൾ ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, സംസാരിച്ച് തീർക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലേ. സോ അതിന് ഈ ഒരു വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ അത് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വിഷമമുണ്ടായിട്ടുള്ള എന്തോ ഒരു കാര്യം, അതിന് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടുന്നുണ്ട്. അത് പ്രോബബ്ലി ചില സിറ്റുവേഷൻ ക്ലോസ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരു പ്രോപ്പർ കോൺവെർസേഷൻ ഇല്ലാത്തത് കൊണ്ട്, കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് സ്റ്റക്കായി പോയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ അവിടെ ബ്യൂട്ടിഫുള്ളി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ അത് ക്ലോസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഈവൻ ലൈക്ക് ചില പ്ലേസിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് കാര്യങ്ങൾ മെച്ചുവേർഡ് ആയിട്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ പറയുമല്ലോ ചില സമയത്ത് സൈലൻസും ഒരു ആൻസർ ആണ് അല്ലെ. മറ്റുള്ള ആളുകളുടെ സൈലൻസ്, അല്ലെങ്കിൽ ചില പ്ലേസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സൈലൻസ് നേച്ചറും നമ്മൾക്ക് വേണ്ട ഒരു ആൻസർ ആണ്. സോ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മെച്ചുവേർഡ് ആയിട്ട് എടുക്കാൻ സാധിക്കുന്നതായിരിക്കാം, നിങ്ങൾ ചില കാര്യങ്ങൾ അങ്ങനെ ക്ലോസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ആൻഡ് അഗെയിൻ ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങളുടെ
ലൈഫില് വളരെ ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള ചില ആക്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അത് വേറെ ഏതെങ്കിലും വ്യക്തി കാരണം നിങ്ങൾ ബുദ്ധിമുട്ടായിട്ട് അനുഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളും ആയിരിക്കും. അതായത് മറ്റുള്ള ഒരു വ്യക്തിയുടെ ഒരു ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള നേച്ചറിൽ നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ട വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും ആ രീതിയിൽ നിങ്ങൾ, അതായത് ആ കാര്യങ്ങൾ എടുക്കുന്ന രീതിയിൽ നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതാണ് ഈവൻ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ചില സാഹചര്യങ്ങൾ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ആരെങ്കിലും നിങ്ങളടുത്ത് വളരെ ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള ബിഹേവിയർ ഒക്കെ കൊണ്ട് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ അതായിരിക്കും നിങ്ങൾ കുറെ കൂടെ ഒരു മെച്ചുവേർഡ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്, മെച്ചുവേർഡ് ആയിട്ട് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. അത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക ചില പ്ലേസിലേക്ക് വരുന്ന സമയത്ത്. സോ ഒന്നുകിൽ നിങ്ങൾ ആ ഒരു കുട്ടിക്കളി കാണിക്കുന്നില്ല ചില പ്ലേസിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ഭാഗമാവുന്നില്ല എനിമോർ. ഓക്കെ, സോ നിങ്ങൾ അങ്ങനത്തെ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യാണ്. സോ അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ ഈവൻ സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ സഡൻ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഈ വരുന്ന സമയത്തിനുള്ളിൽ ചെയ്യും, പെട്ടെന്ന് ചെയ്യും. ഓക്കെ, വിതൗട്ട് എനി തിങ്കിങ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ അങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട്, അതായത് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യാൻ പോലും നിങ്ങൾക്ക് ടൈം കൊടുക്കുന്നുണ്ടായിരിക്കില്ല. അതായത് നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു പ്ലേസിലേക്ക് പോകണം, പെട്ടെന്നായിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക, പെട്ടെന്നായിരിക്കാം നിങ്ങൾക്ക് ഓക്കെ ഞാൻ ഇതിലേക്ക് വരണം എന്ന് തോന്നിയിട്ട് പെട്ടെന്നൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് നിങ്ങൾ മേ ബി ലൈക്ക് നിങ്ങളുടെ ഒരു ഇന്നർ വോയിസ് നിങ്ങൾ കേൾക്കുന്നതായിരിക്കാം. അതായത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തീവ്രമായിട്ടുള്ള ആഗ്രഹങ്ങൾ വരുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അതിലേക്ക് എൻഗേജ്ഡ് ആവുന്നതായിരിക്കാം, വേറൊരു ചിന്ത അതിലേക്ക് കൊണ്ടുവരാതെ. ഓക്കെ, സോ ചില ആളുകൾക്ക് അത് വളരെ നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു വലിയൊരു ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ ഒരു വലിയൊരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾക്ക് വേണ്ട ഒരു പാത്ത് നിങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ വഴി നിങ്ങൾ പിടിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിന്റെ ഈ ഒരു സമയത്ത് നിങ്ങൾ പോകുന്ന ഒരു സ്ട്രഗിൾ ആയിക്കോട്ടെ, ഓർ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും മികച്ചൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ കാണേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ നമുക്കൊരു വഴി തെളിഞ്ഞു കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അല്ലേ. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തിലേക്കുള്ള വഴിയാണോ വേണ്ടത് അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ബ്യൂട്ടിഫുള്ളി നിങ്ങൾ റിലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമാവുന്നുണ്ട്. ഓക്കെ, അത് അഗെയിൻ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾ കമ്മിറ്റ്മെന്റ് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചില ആളുകൾ കമ്മിറ്റ്മെന്റ് കാണിക്കുന്നുണ്ട്, നിങ്ങൾ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമാവുന്നുണ്ട്. ഒന്നുകിൽ മാരേജ് ആയിരിക്കാം, ഓർ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മികച്ച പാർട്ട്ണറെ നിങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഓക്കെ, സോ അത് ചില ആളുകൾക്ക് സെയിം ജെൻഡർ ആയിരിക്കാം, ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആയിട്ട് വരാൻ പോകുന്ന വ്യക്തി ആയിരിക്കാം. ഓക്കെ, റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കണക്ട് ചെയ്യാനും അനുഭവിക്കാനും സാധിക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ഒറ്റയ്ക്ക് എങ്ങോട്ടെങ്കിലും പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും മികച്ച പാർട്ട്ണറുടെ കൂടെ എന്തെങ്കിലുമൊക്കെ ഭാഗമാവുന്നതോ എങ്ങോട്ടെങ്കിലും യാത്ര പോകേണ്ടതോ ആയിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അത് ഒറ്റയ്ക്ക് പോകുന്നതാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റൈറ്റ് പേഴ്സന്റെ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിലും അത് വളരെ ബ്യൂട്ടിഫുള്ളി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതും അഗെയിൻ വളരെ അൺപ്ലാൻഡ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പാർട്ട്ണറെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ചില ആളുകളെങ്കിലും വിചാരിക്കുന്നുണ്ടാവാൻ എനിക്ക് അങ്ങനത്തെ ഒരു പാർട്ട്ണർ ഇല്ലല്ലോ, അങ്ങനത്തെ ഒരാളിൻ്റെ ലൈഫിലില്ലല്ലോ, വാട്ട് ഇഫ് അങ്ങനത്തെ ഒരാൾ വന്നാലോ അല്ലേ. സോ ചില കാര്യങ്ങൾ നമ്മളുടെ പ്രതീക്ഷയ്ക്കും അപ്പുറമാണ് അല്ലേ. ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വേഗത്തിലുമാണ് ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കാം. ഓക്കെ, സോ അങ്ങനത്തെ ചില മാറ്റങ്ങൾ ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് നമ്പർ 1 ഈ വരുന്ന സമയത്തിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, വളരെ പീക്കിൽ ചില എനർജീസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ചില കാര്യത്തിന്റെ ഒരു എക്സ്ട്രീം വേർഷൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ചില ഇമോഷൻസ്, ചില സന്തോഷം, ഓക്കെ, ചില ഡീപ്പായിട്ടുള്ള ഹാപ്പിനെസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, മനസ്സ് തുറന്ന് സന്തോഷിക്കുക, ചിരിക്കുക, ശരീരത്തിനും മനസ്സിനും ഒരുപാട് സന്തോഷം ഉണ്ടാക്കുക, നിങ്ങളുടെ മനസ്സ് ശരീരം വളരെ സാറ്റിസ്ഫൈഡ് ആവുന്ന മൊമെന്റ്സ് ഈ സമയത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ചില പ്ലേസിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ട് ചില കാര്യങ്ങൾ ക്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ചില കാര്യങ്ങൾ ലൈക്ക് നിങ്ങൾ എഫേർട്ട്ലെസ്ലി മൂവ് ഓൺ ചെയ്യുന്നുണ്ട് ചില സിറ്റുവേഷൻ. ഓക്കെ, സോ അത്ര കാലമായിട്ട് നിങ്ങളൊരു ആൻസറിന് കിട്ടിയാലേ നിങ്ങൾക്ക് മാറാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ
നിങ്ങൾ കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫോക്കസിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതായത് ഇത്ര സമയം നിങ്ങൾ ഒരു പ്ലേസിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരിക്കാം, അവിടെ നിന്നായിരിക്കാം നിങ്ങൾ ചില മിറാക്കിൾസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വഴിയിൽ കൂടെ ചില കാര്യങ്ങൾ വരുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ശ്രദ്ധ ഈ ഒരു കാര്യത്തിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ശ്രദ്ധ വേണ്ട പ്ലേസിൽ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കുള്ള ഒരു നല്ലൊരു കാര്യമാണ്. ഓക്കെ, സോ നല്ലൊരു ചില കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്ന ചില മാറ്റങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു സമയത്ത് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ പുതിയ പുതിയ വാതിലുകൾ നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ സെയിം ഡോറിൽ തന്നെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല മിറാക്കിൾസ്. ഓക്കെ, സോ നിങ്ങൾ പുതിയ വാതിലുകൾ ചൂസ് ചെയ്യുന്നുണ്ട്, ജീവിതത്തിന്റെ പുതിയ വാതിലുകൾ, അവസരത്തിന്റെ പുതിയ വാതിലുകൾ. സോ അത് പ്രോബബ്ലി നിങ്ങളെ കൂടുതൽ ചലഞ്ച് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. സോ നമ്മൾ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസിൽ നിന്ന് പുതിയൊരു അവസ്ഥയിലേക്ക് വരിക എന്ന് പറയുന്നത് എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ പുതിയ ഓപ്പർച്യൂണിറ്റി ഇതുപോലെ നിങ്ങൾ പിക്ക് ചെയ്യുന്നുണ്ട്, പുതിയ വാതിലുകളിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്, ശ്രമിച്ചു നോക്കുന്നുണ്ട്, പുതിയ പാത്ത് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിന്റെ ഏത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും, ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്കൊക്കെ വരുന്ന സമയത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചേഞ്ചസ്, അല്ലെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന സമയമാണ് ഈ വരുന്ന സമയം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതായത് നിങ്ങൾക്ക് മ്യൂച്വൽ ആയിട്ടുള്ള റെസ്പെക്ട്, മ്യൂച്വൽ ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ ഇൻവോൾവ് ആവുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ട്രോങ് പാർട്ട്ണർഷിപ്പിലേക്ക് വരിക. ഇതുപോലത്തെ മാറ്റങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഒരാൾ കേൾക്കുക, ഒരാൾ പറയുക, ഒരാൾ പറയുന്ന സമയത്ത് മറ്റൊരാൾ കേൾക്കുക. നല്ലൊരു ലിസണറും നല്ലൊരു സംസാരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ കൊണ്ട്, അതായത് നിങ്ങളുടെ ത്രോട്ട് ചക്ര, നിങ്ങളുടെ കോൺവെർസേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൺവേ ആവുന്നതും നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു ടൈമാണിത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷൻ വൈസ് ഒക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ കൺവേ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ സ്ട്രഗിൾ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുന്നൊരു 1.5 months ടൈം നിങ്ങളുടെ കോൺവെർസേഷൻ എവിടെയൊക്കെ നിങ്ങൾക്ക് അവസരം ഉണ്ടാവുന്നോ അവിടെയൊക്കെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അതൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ എഫേർട്ട്ലെസ്ലി അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ചില കാര്യത്തിലേക്ക് വളരെ ഡീപ്പായിട്ട് എൻഗേജ്ഡ് ആവുന്നുണ്ട്. അത് പ്രോബബ്ലി നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ സ്വഭാവത്തിന്റെ, നിങ്ങളെന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ മേജർ ഇവന്റ്സിന് വേണ്ടി നിങ്ങൾ ചില കാര്യത്തിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ശ്രദ്ധ ഇനീഷ്യലി പറഞ്ഞതുപോലെ നിങ്ങളുടെ ദൃഷ്ടി ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങൾ വളരെ ക്ഷമയോട് കൂടിയിട്ട് ചില കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആവുന്നത്. അത് പ്രോബബ്ലി നിങ്ങൾ എന്താണെന്നുള്ളതൊക്കെ കൂടുതൽ തിരിച്ചറിയാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, അതായത് നിങ്ങളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വളരെ ഡീപ്പായിട്ട് സ്നേഹിക്കാൻ പറ്റുന്ന സമയത്തിലേക്കാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ശ്രദ്ധ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ട്രഷർ ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. കഴിവുകളായിരിക്കാം, നിങ്ങളുടെ ചില എബിലിറ്റി ആയിരിക്കാം, നിങ്ങളുടെ ചില യൂണിക് നേച്ചർ ഉണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, ട്രസ്റ്റ് മീ, ഇത് ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല. നിങ്ങൾക്ക് ചില യൂണിക് നേച്ചർ ഉണ്ട്, പേഴ്സണാലിറ്റി. സോ ആ ഒരു വ്യക്തിത്വം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു 1.5 months നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, സോ അത്ര കാലമായിട്ട് നിങ്ങൾ ഇൻസെക്യൂർ ആയിട്ടോ, നിങ്ങളൊരു അതായത് നിങ്ങളൊരു ഇരുട്ട് മുറിന്ന് പുറത്തേക്ക് വരികയാണ്. അതും ഈ ഒരു 1.5 months ടൈമിനുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. നിങ്ങളുടെ ചെറിയൊരു അംശം മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അത് തന്നെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ കഴിവിന്റെ ഒരു അംശം നിങ്ങൾ യൂസ് ചെയ്യുക, നിങ്ങളുടെ ചില എബിലിറ്റിയുടെ ഒരു അംശം യൂസ് ചെയ്യുക, നിങ്ങളുടെ ഒരു യൂണിക് നേച്ചറിന്റെ ഒരു അംശം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ടൈമാണിത്. അത് തന്നെ നിങ്ങൾക്ക് എത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പാർക്ക് കൊണ്ടുവരുന്ന എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നിങ്ങൾ വളരെ ബ്യൂട്ടിഫുള്ളി എടുക്കുക, നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരിക. അത്രമാത്രമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് എത്രമാത്രം റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് പറയാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഗ്രൂപ്പ് നമ്പർ 1, ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now.
ഗ്രൂപ്പ് നമ്പർ 2, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ്, മേജർ ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വെരി സൂൺ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ഒരു റൊമാൻസിലേക്ക് വരുന്ന സമയത്ത്, അതായത് ലവ് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ഇമോഷൻസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പ്രോബബ്ലി നിങ്ങളുടെ ആ ഒരു അതായത് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് റിലേഷൻഷിപ്പിലേക്ക് വരിക, നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആവുക പല പല റീസൺസ് കൊണ്ട്. അതുപോലത്തെ മാറ്റങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ വരുന്ന സമയത്ത് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ആരൊക്കെയോ ശ്രദ്ധിക്കാനുണ്ട്, നിങ്ങൾക്ക് ആരൊക്കെയോ ശ്രദ്ധിക്കാനുണ്ട്, അങ്ങനത്തെ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടി ആയിരിക്കാം നിങ്ങൾ ഓൾറെഡി പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ റിലേഷൻഷിപ്പ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്, സ്നേഹം കൊണ്ട് ഒരു സമൃദ്ധി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ആൻഡ് അഗെയിൻ ഇപ്പോൾ ഫൈനാൻഷ്യലി വരുന്ന സമയത്തും ആ ഒരു എനർജിയും വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് വലിയ റിച്ച് ആവാൻ സാധിക്കും ഈ ഒരു ടൈമിൽ എന്നുള്ളത്, റിച്ചും ആവാം, ബട്ട് ഫൈനാൻഷ്യലി നിങ്ങൾ വളരെ ബാലൻസ്ഡ് ആയിട്ട്, അതായത് ക്യാഷ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. ഈവൻ അങ്ങനത്തെ പ്രശ്നം ലൈഫിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കമ്പാരിറ്റീവ്ലി ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വളരെ ഒരു ക്വയറ്റ് ശാന്തമായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് ബോധർ ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നില്ല. ഓക്കെ, മേ ബി ലൈക്ക് ചില കാര്യങ്ങൾ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില കാര്യത്തിനൊക്കെ പറ്റിയിട്ട് ആലോചിച്ച് ദുഃഖിക്കാനോ സങ്കടപ്പെടാനോ ആലോചിക്കാൻ പോലും സമയം നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ വളരെ ബ്യൂട്ടിഫുള്ളി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇമോഷൻസ് ഈ ഒരു ടൈമിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഗ്രൂപ്പ് നമ്പർ 2, എന്താണ് ഈ സമയത്ത് നിങ്ങൾ കേൾക്കേണ്ട മെസ്സേജ്? ഇങ്ങനത്തെ ഒരു മാറ്റത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. ക്രിട്ടിസൈസിങ് വൺ അനദർ വിൽ ഓൺലി ലീഡ് ടു ഫർദർ അൺഹാപ്പിനെസ്. ലവ് ആൻഡ് അക്സെപ്റ്റ് ഈച്ച് അതർ ആസ് യു ആർ and your relationship will magically transform. Okay, സോ നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ കൂടുതലുള്ള ആളുകൾ നിങ്ങൾ ഡീൽ ചെയ്യുന്ന സിറ്റുവേഷൻ ഒരുപാട് നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെങ്കിലോ കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ ഒരുപാട് ഇങ്ങനെ പരാതി പറയുന്ന ഒരു നേച്ചർ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുക. ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു നേച്ചർ ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾക്കൊരു സഹായം ആവുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളെ തന്നെ കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, അതായത് ഒരു വ്യക്തി ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റ് ആ വ്യക്തിയുടെ അടുത്ത് എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഇങ്ങനെ അടിച്ചു താഴ്ത്തുന്ന രീതിയിൽ, കുറ്റപ്പെടുത്തുന്ന രീതിയിൽ, അത് നമ്മുടെ ജീവിതം ആയിക്കോട്ടെ, നമ്മളെ തന്നെ ആയിക്കോട്ടെ, അത് ഒരുപാട് പരാതിയും കുറ്റപ്പെടുത്തുന്ന സമയത്തും അതിലും വലിയൊരു തെറ്റ് നമ്മുടെ അടുത്ത് നമ്മൾ ചെയ്യാനില്ല. ഓക്കെ, ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ അടുത്ത് ചെയ്യാൻ പാടില്ല. എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് കഴിവില്ല, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനെ ഒരിക്കലും നിങ്ങൾ കംപ്ലയിൻ ചെയ്യരുത്, എനിക്കിപ്പോഴും ഇങ്ങനെയാണ് വരുന്നത്. സോ ഓരോ സിറ്റുവേഷൻ വരുന്ന സമയത്തും അതിൻ്റെതായിട്ടുള്ള ഇന്റൻഷൻ ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കണം. സോ മേ ബി നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത് നിങ്ങൾ ചില കാര്യത്തിൽ നിന്ന് പഠിക്കാത്തത് കൊണ്ടായിരിക്കാം. ഓക്കെ, എപ്പോഴും നിങ്ങൾക്ക് തോന്നുകയാണ് വീണ്ടും ഇതുപോലത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന എന്ത് ലൈഫിലെ സിറ്റുവേഷൻ ആയിക്കോട്ടെ, അവിടുന്ന് എന്തോ ഒരു കാര്യം നിങ്ങൾ മിസ്സായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അതേ അവസ്ഥയിൽ കൂടെ പോകേണ്ടി വരുന്നുണ്ടായിരിക്കാം. ബിക്കോസ് യൂണിവേഴ്സ് നമ്മളൊരു കാര്യം പഠിക്കുന്നത് വരെ ആ ഒരു ലെസൺസ് തന്നുകൊണ്ടിരിക്കും വ്യത്യസ്തമായിട്ടുള്ള ആളുകളിലൂടെ. ഓക്കെ, അതൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ മാത്രം എന്നുള്ളതല്ല, വ്യക്തി മാത്രം എന്നുള്ളതല്ല, ഒരേ സാഹചര്യം ആയിരിക്കാം, പല പല സാഹചര്യം, പക്ഷെ ഒരേ തരത്തിലുള്ള ഒരു അനുഭവത്തിലേക്ക് കൂടെയൊക്കെ കൊണ്ടുപോകുന്നത്. ചിലത് നമ്മൾ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് എടുക്കുന്നില്ല. ഓക്കെ, ആൻഡ് നിങ്ങൾ ആളുകളിലേക്ക് വരുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ടതാണ്, ഓരോരുത്തരും എങ്ങനെയാണോ പെരുമാറുന്നത് അത് അക്സെപ്റ്റ് ചെയ്യുക. ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതിന്, പെരുമാറുന്നതിന്, അല്ലെങ്കിൽ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതിനായിരിക്കാം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു റീസൺ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. സോ അത് ഗുഡ് ഓർ ബാഡ്. ഓക്കെ, മേ ബി ലൈക്ക് ചില ആളുകളുടെ പെരുമാറ്റം നമ്മൾ ഒരുപാട് വിഷമിപ്പിക്കുന്ന കാര്യമായിരിക്കാം, പക്ഷെ അവരുടെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിക്കുക. ഓക്കെ, അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ആ വ്യക്തി അങ്ങനെ പെരുമാറുന്നുണ്ടായിരിക്കാം, അത് നിങ്ങളെ വലിയ രീതിയിൽ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, അല്ലെ? സോ ആ വ്യക്തി എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ആ ഒരു ഭാഗത്തുനിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്തു വെക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അവരെ സഹായിക്കാൻ സാധിക്കും, അല്ലെ? അറ്റ്ലീസ്റ്റ് നിങ്ങൾ അത് മനസ്സിലാക്കുന്ന സമയത്ത്
നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. ചില ആളുകളോട് നിങ്ങൾക്ക് ക്ഷമിക്കാനും സഹിക്കാനും മറക്കാനും സാധിക്കും ചില സിറ്റുവേഷനിൽ വരുന്ന സമയത്ത്. ഓക്കെ, സോ നിങ്ങൾ ചില സിറ്റുവേഷൻ ചില ആളുകൾ ഒരുപാട് കംപ്ലൈന്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കംപ്ലൈന്റ് ചെയ്യുന്നതോ കമ്പയർ ചെയ്യുന്നതോ ദേഷ്യം, സങ്കടം, വെറുപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ കീപ്പ് ചെയ്യുന്നത് ഒരിക്കലും നിങ്ങൾ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമല്ല. അതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യാം. പുതിയ പുതിയ ഇമോഷൻസിലേക്കാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഗ്രൂപ്പ് നമ്പർ 2. സോ എന്താണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? നന്നായിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻസ് മനസ്സിൽ വിചാരിക്കാം. വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? ഗ്രൂപ്പ് നമ്പർ 2, what is next in your life? So let's start new chapter. Okay, ഒരു പുതിയൊരു ലൈഫ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ട് നിങ്ങൾ ഈ റീഡിങ്ങും കേൾക്കുക. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ട് നിങ്ങൾ ഇനി മുന്നോട്ട് ജീവിക്കുക. പുതിയ ലൈഫ് ആയിക്കോട്ടെ, പുതിയ കാര്യങ്ങൾ. ഓക്കെ, ഇപ്പം നമ്മൾ നന്നായിട്ട് വീണു. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വീണ സമയത്ത് നമുക്ക് അതുവരെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വീണ് പോയി, ലൈക്ക് ഒരു ചീട്ട് കൊട്ടാരം പോലെ. ഓക്കെ, നമുക്കിനി എന്താ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കാം? ഒന്നെങ്കിൽ നമുക്ക് ചെയ്യാണ്ടിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കി എടുക്കാം, അല്ലെ? വീണ്ടും ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ട് അത് ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെ? ബിക്കോസ് നമ്മൾ ഒരു വീഴ്ചയിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടുണ്ട്, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫും കാണേണ്ടത് അതാണ്. വീണ്ടും ആ ഒരു പാഷനേറ്റ് ആയിട്ട് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക. വീണ്ടും സന്തോഷത്തോട് കൂടിയിട്ട് ചില കാര്യങ്ങൾ വരിക. വീണ്ടും ആ ഒരു യങ് എനർജിയിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്തിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ മറക്കാനോ ക്ഷമിക്കാനും കൂടെ നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, എന്തെങ്കിലും നഷ്ടം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2 ലൈഫ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യൂ. കമോൺ. ഓക്കെ, മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ കെട്ടിപ്പടുക്കുന്നതായിരിക്കാം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹോം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, ലൈഫ്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തിനോടൊക്കെയാണ് ഒരു ഇഷ്ടം തോന്നുന്നത്, എന്തൊക്കെയോ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് താല്പര്യം തോന്നിപ്പിക്കുന്നുണ്ട്. അത് പ്രോബബ്ലി നിങ്ങൾക്ക് പുതിയ ഇമോഷൻസ് ആയിരിക്കാം, പുതിയ പുതിയ കാര്യങ്ങളായിരിക്കാം, പുതിയ താല്പര്യങ്ങൾ, പുതിയ ക്രേസ് ആയിരിക്കാം. ഓക്കെ, പുതിയ ക്രേവ് ആയിരിക്കാം ചില കാര്യത്തിനോടുള്ള. നിങ്ങൾ അതിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്തു വരിക. ബിക്കോസ് അത് നിങ്ങൾ ഒരുപാട് ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ പുതിയ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾ പോലും അറിയാതെ. ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ സോ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ നിങ്ങൾ അലോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ കാരണമായിരിക്കാം നിങ്ങൾ ചില കാര്യങ്ങൾ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരാളും ഒരു കാര്യം എൻ്റെ ലൈഫിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെ? അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ബൗണ്ടറിയിലേക്ക് വരാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മാറ്റി വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ അറിയാണ്ട് ചെയ്യുന്നതും ആയിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾക്ക് അറിയില്ല അവർ എന്ത് ബൗണ്ടറിയാണ് അറിയാണ്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് ബ്ലോക്ക് ചെയ്യുന്നത്, അവരായിട്ട് തന്നെ ബ്ലോക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ പ്രോബബ്ലി ഈ ഒരു റീഡിങ്ങിൽ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന വാക്കുകളാണ്. ഓക്കെ, പറയുന്ന വാക്കുകളും ചിന്തിക്കുന്ന കാര്യങ്ങളും. അവിടെ മറ്റുള്ള ആളുകളുടെ എനർജി നിങ്ങൾ ഒരുപാട് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ബ്ലോക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് നിങ്ങളെക്കാളും കൂടുതൽ ഈ ഒരു സമയത്ത് മറ്റുള്ള ആളുകളെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്, ഗുഡ് ഓർ ബാഡ്, വാട്ട് എവർ. നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്കാണ് നിങ്ങളുടെ എനർജി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവിടെ കുറച്ചുകൂടെ ഒരു ഡേഞ്ചർ ആയിട്ട് നിങ്ങൾ കാണേണ്ടത്, ഡെഡ്ലി ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നതാണ്. നിങ്ങൾ മറ്റുള്ള ആളുകളെ കുറ്റപ്പെടുത്തുന്നതോ മറ്റുള്ള ആളുകളെ കംപ്ലെയിൻ ചെയ്യുന്നതുമാണ്. സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. ഈവൻ അവർ അത്ര വേഴ്സ്റ്റ് ആയിട്ടുള്ള മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് അവരുടെ കർമ്മ, അത് അവർ ഡീൽ ചെയ്തോളും. നിങ്ങൾ അതിലേക്ക് നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾ അത് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, കമോൺ. ബിക്കോസ് നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി മറ്റുള്ള ആളുകളിലേക്ക് കൂടുതൽ കൊടുക്കാൻ ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല. ഓക്കെ, സോ നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക, നിങ്ങൾ കൂടുതൽ ചെറിഷ് ചെയ്യുക. അങ്ങനത്തെ കാര്യത്തിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഫൈനാൻഷ്യലി ഫോക്കസ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ആൻഡ് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ആ ഒരു പ്രൈവസി കീപ്പ് ചെയ്യുന്നതും വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, സോ അത് നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ എന്നോ ചെയ്തിട്ടുള്ള ചില കാര്യത്തിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഈ ഒരു സമയത്തിനുള്ളിൽ, 1.5 മാസം സമയത്തിനുള്ളിൽ. 1.5 മാസം പോലും എടുക്കേണ്ട കാര്യമില്ല. മേ ബി ഒരു 1 വീക്ക് ടൈമിനുള്ളിൽ നിങ്ങൾ എന്നോ ചെയ്തിട്ടുള്ള കാര്യത്തിന്റെ റിസൾട്ട് ഈ ഒരു 1 വീക്ക് ടൈമിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് എഗെയിൻ ഒരു ന്യൂ ബിഗിനിങ്, ന്യൂ സ്റ്റാർട്ടായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലൈഫിൽ. ഓക്കെ,
നിങ്ങൾ എന്നോ എഴുതിയിട്ടുള്ള എക്സാംസിന്റെ റിസൾട്ട് ഇപ്പോൾ വരുന്നതായിരിക്കാം. എന്നോ ചെയ്തിട്ടുള്ള കാര്യത്തിന്റെ ആ ഒരു കൺക്ലൂഷൻ ഈ ഒരു ടൈമിൽ 7 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. ഓക്കെ, ചില ആളുകൾക്ക് അത് 7 ഡേയ്സ്, ചില ആളുകൾക്ക് വിത്തിൻ 3 വീക്സ് ടൈം, 3 ഡേയ്സ് മുതൽ 3 വീക്സ് ടൈം. ഓക്കെ, ചില ആളുകൾ അത് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ളതുമായിരിക്കാം. ബിക്കോസ് ഈ ഒരു വരുന്നൊരു ആഴ്ച സമയത്തിനുള്ളിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ കൂടുതൽ ആക്റ്റീവ് ആവുന്നുണ്ട്. സോ നിങ്ങൾ ആരുടെ അടുത്ത് നിന്നെങ്കിലും ഒരു റെസ്പോണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് ആരുടെയോ ഒരു പ്രോപ്പർ റെസ്പോൺസ് ഉണ്ടാവുന്നുണ്ട്. റെസ്പോൺസിനേക്കാൾ കൂടുതൽ സിറ്റുവേഷൻസ് കൂടുതൽ നിങ്ങൾക്ക് ഫേവർ ആയിട്ട് വരുന്ന സമയത്ത് നാച്ചുറലി ചില മൂമെന്റ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഇതെപ്പോഴും നിങ്ങൾ മനസ്സിൽ വെക്കുക. നിങ്ങൾ എന്നോ ചെയ്തിട്ടുള്ള കാര്യത്തിന്റെ റിസൾട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ കിട്ടുന്നുണ്ട്, നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ ചില റീയൂണിയൻ ആയിരിക്കാം, വീണ്ടും കണ്ടുമുട്ടൽ ഉണ്ടാവുന്നുണ്ട്. ഇത് നിങ്ങൾ ഈ ഒരു 7 ഡേയ്സിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമാണ്. ചില ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ചില അമ്മമാർ ഇവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മമാരാവാൻ പോകുന്ന ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടീനെ കണ്ടുമുട്ടേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡെലിവറി ഡേറ്റ് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ അതായത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും മുൻപ് നിങ്ങളുടെ പ്രസവത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുക, വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ കുട്ടീനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, സോ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ റെയർ ആയിട്ട് ചില ആളുകളുടെ സിറ്റുവേഷൻസ് അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യണം. ചില ആളുകൾക്ക് നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കണം റീയൂണിയൻ. അത് മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. അല്ലെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2, ദിസ് ഈസ് യുവർ ഡിവൈൻ ടൈം. ഗ്രൂപ്പ് നമ്പർ 2, കമോൺ, ചില കാര്യത്തിന്റെ ഒരു ഡിവൈൻ ടൈം ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അതായത് ഡിവൈൻ നിങ്ങൾക്ക് പെർമിഷൻസ് തരുന്നുണ്ട്. ചില കാര്യങ്ങൾ അപ്രൂവ് ആയിട്ടും ചില ആളുകളെ കണ്ടുമുട്ടാനുള്ള പെർമിഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ടൈമാണ് ഗ്രൂപ്പ് നമ്പർ 2. ദിസ് ഈസ് സച്ച് എ പവർഫുൾ മെസ്സേജ്. ഓക്കെ, അതായത് ലൈക്ക് നിങ്ങൾ ഒരുപാട് പണിപ്പെട്ടിട്ടുണ്ടാവും ചില കാര്യങ്ങൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി, ചില റിലേഷൻഷിപ്പ് ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടി. അന്നൊന്നും അത് നടന്നിട്ടുണ്ടാവില്ല, ബിക്കോസ് അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം ഉണ്ട് അല്ലെ. സോ പ്രോബബ്ലി നിങ്ങൾ വിട്ട് കളഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. സോ ഈ ഒരു സമയത്തിനുള്ളിൽ ചില ആളുകളുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിട്ടേൺ, ചില സൗഹൃദങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീണ്ടും കണക്റ്റഡ് ആവുക. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ റീയൂണിയൻ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ സ്കൂൾ കോളേജ് പോലത്തെ പ്ലേസിലൊക്കെ നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്ലാൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങളുടെ പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ചില ആളുകൾക്ക് ഗ്രൂപ്പ് നമ്പർ 2 സംഭവിക്കുന്നത് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഏജ് ഗ്രൂപ്പ് എന്നുള്ള സൗഹൃദങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് വളരെ പ്രായമായിട്ടുള്ള സൗഹൃദങ്ങൾ ഉണ്ടാവുന്നതായിരിക്കാം. നിങ്ങൾ അത്യാവശ്യം പ്രായമായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ യങ് ആയിട്ടുള്ള സൗഹൃദങ്ങളും ഉണ്ടാവുന്നതും ആയിരിക്കാം. ഓക്കെ, അത് വളരെ ബ്യൂട്ടിഫുള്ളി നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രഗ്നൻസി. ഗ്രൂപ്പ് നമ്പർ 2, what's next in your life? Okay, ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്പിയർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. ഇവരൊക്കെ എന്തിനാണ് ഇപ്പം എൻ്റെ ലൈഫിലേക്ക് വന്നതെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ വന്നതെന്നുള്ളത്. ബിക്കോസ് നിങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും. അത് നിങ്ങൾക്ക് തന്നെ ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇതൊക്കെ എന്തിനാണ് വന്നതെന്നൊരു തോന്നൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് ലൈക്ക് നമുക്കത് തമാശയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ലൈഫിൽ വരുന്ന സമയത്ത് അത് പ്രോബബ്ലി നിങ്ങൾ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങളുടെ മനസ്സമാധാനം ഒന്ന് ഷെയ്ക്ക് ചെയ്യുന്നുണ്ടായിരിക്കണം. റൈറ്റ്, സോ ചില കാര്യങ്ങൾ അങ്ങനെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ ലൈഫിലേക്ക് വരുന്നതിൻ്റെ ഒരു ജെന്യൂനിറ്റി, ഇന്റൻഷൻ എന്താന്നുള്ളത്, വിച്ച് ഈസ് റിയലി ഗുഡ്. ബട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ജെന്യൂൻ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നത് കൊണ്ടാണ് ചില ആളുകളൊക്കെ നിങ്ങളിലേക്കൊക്കെ റിട്ടേൺ ചെയ്യാൻ തോന്നുന്നത് ചില ആളുകൾക്ക്. ഓക്കെ, സോ നിങ്ങൾ കുറെ കാലമായിട്ട് ക്ഷമയോട് കൂടിയിട്ട് കാത്തിരുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു അവസാനം ഉണ്ടാവുകയാണ്. ഇനി ക്ഷമയുടെയോ അല്ലെങ്കിൽ ഇനി ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യോ, ഇനി ചില കാര്യങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടതോ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നില്ല. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു സമയത്തിനുള്ളിൽ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. നമ്മൾ ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത്
നിങ്ങൾ വളരെ പാനിക് ആവും, നിങ്ങൾക്ക് വളരെ പേടിയാവും. ഓക്കെ, ബട്ട് എനിക്ക് എന്താ സന്തോഷം എന്ന് പറയാൻ കാരണം, നിങ്ങൾക്ക് വരുന്നത് ഇറ്റ്സ് ബെസ്റ്റ് ഫോർ യു. ഓക്കെ, പക്ഷേ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാണ്ട് വരുന്ന സമയത്ത് നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരിക്കാം മാനസികപരമായിട്ട്. ഓക്കെ, സോ എന്തെങ്കിലും വരുന്ന സമയത്ത് അത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ കാണുക. അത് ഡൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. എന്തും ആയിക്കോട്ടെ, ജോബോ ഫൈനാൻഷ്യലോ, മേ ബി ലൈക്ക് നിങ്ങൾ ലൈഫ് മടുത്തിരിക്കുന്ന ആളുകളായിരിക്കാം, ആ ഒരു പ്ലേസിലായിരിക്കും നിങ്ങൾക്ക് ഇത് വരുന്നുണ്ടായിരിക്കുക. സോ പ്രോബബ്ലി അത് നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒന്നും ഇല്ലാണ്ട് ഉറങ്ങി എണീക്കുന്ന സമയത്ത്, വാതിൽ തുറക്കുന്ന സമയത്ത് എല്ലാം നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കണം. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. എല്ലാ കാര്യങ്ങളും, സകല കാര്യങ്ങളും, നിങ്ങൾ എന്ത് ഇല്ലാന്ന് വിചാരിച്ചിട്ടാണോ ഉറങ്ങിയത്, രാവിലെ എണീക്കുന്ന സമയത്ത് അതൊക്കെ നിങ്ങളുടെ ടേബിളിന്റെ മേലെ, അല്ലെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ ഉണ്ടാവുക. അത് ചില ആളുകൾക്ക് നിങ്ങൾ ഒന്നും ചെയ്യാണ്ട് തന്നെ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ റിട്ടേൺ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, സൗഹൃദങ്ങളായിരിക്കാം, ഫാമിലി ആയിരിക്കാം, വീട്ടുകാരായിരിക്കാം നിങ്ങളുടെ. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് ഒരുപാട്, നിങ്ങൾക്ക് ഒരുപാട് മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളും ആയിരിക്കാം, മനസ്സിന് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം കൂടി ആയിരിക്കാം. ഓക്കെ, മാനസിക പ്രയാസം ഉണ്ടാക്കുന്നത് നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ആളുകളൊക്കെ പെട്ടെന്ന് കണ്ടുമുട്ടുന്ന സമയത്ത് അവർ ഇമോഷണൽ സിറ്റുവേഷൻസ് അവിടെ ഉണ്ടാവുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു കോൺഫ്ലിക്റ്റ്, മെന്റൽ കോൺഫ്ലിക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവുക. ബട്ട് ഇറ്റ്സ് ഗുഡ് അല്ലേ, ഡിവൈൻ ടൈം. ഓക്കെ, it's again a confirmation, a final confirmation. It's a divine time for union. Okay, reconnection, അല്ലെങ്കിൽ കണ്ടുമുട്ടുക. അത് നിങ്ങൾക്ക് അറിയുന്ന ആളുകളായിരിക്കാം, ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ വരേണ്ടതായിട്ടുള്ള ചില ആളുകളുണ്ട്. ഓക്കെ, സോ നിങ്ങൾ അവരുടെ ലൈഫിന്റെ ഭാഗമാവേണ്ടതായിട്ടുണ്ട്, അവർ നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമാവേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. ഗ്രൂപ്പ് നമ്പർ 2, പക്ഷെ ലൈഫ് മുന്നോട്ട് പോവാം. ഓക്കെ, സോ എപ്പോഴും ഈ ഒരൊറ്റ മെസ്സേജ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കുക. നിങ്ങൾക്ക് അത്ര സ്ട്രഗിളിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, ഒന്ന് ഉറങ്ങി എണീക്കുന്ന സമയത്ത് നിങ്ങളുടെ സിറ്റുവേഷൻ ചേഞ്ച് ആവും. ഇന്നിങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ എങ്ങനെയല്ല, നാളെ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. ഇന്നില്ലാത്ത കാര്യങ്ങൾ നാളെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. ഇന്ന് നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ ലൈഫിൽ ഒരു പാർട്ട്ണർ ഉണ്ടാവും. ഇന്ന് നിങ്ങൾക്ക് ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവും. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ നാളെ അത് ഇല്ല. ഓക്കെ, സോ ആ ഒരു സപ്പോർട്ട് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട്. ഫ്രീഡം ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അഷ്യൂർ ചെയ്യുന്നതും അതാണ്. സ്വാതന്ത്ര്യം ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജോബിൽ നിങ്ങൾ കാര്യമായിട്ടുള്ള എക്സ്പെക്ടേഷൻ വെക്കേണ്ടതായിട്ടുണ്ട്. ജോബിലേക്ക് നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ശ്രദ്ധ നിങ്ങൾക്ക് വളരെ വേണ്ട ഒരു ടൈമാണ് ഈ ഒരു ടൈമിൽ. ഓക്കെ, ബിക്കോസ് നിങ്ങൾ നല്ല രീതിയിലാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്, പക്ഷെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ടൊക്കെ വരുന്ന സമയത്താണ് നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കുക. ഓക്കെ, സോ വേണ്ട ശ്രദ്ധ ഡെഫിനറ്റ്ലി നിങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ സറൗണ്ടിങ്ങിന് ശ്രദ്ധ കൊടുക്കുക. നിങ്ങൾക്ക് ഓരോ ആക്ഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ശ്രദ്ധ കൊടുക്കുക. ഓക്കെ, ബട്ട് ഐ എം വെരി ഹാപ്പി. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന മുഹൂർത്തങ്ങൾ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇത് നിങ്ങൾക്ക് എത്രമാത്രം കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 now. Group number 3, what is next in your life? Gentle and caring. Group number 3, വളരെ സോഫ്റ്റ് ടച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ. ജെന്റിൽ ടച്ച്, വളരെ ജെന്റിൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ഓക്കെ, ഹീലിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കുക, പരസ്പരം മനസ്സിലാക്കുക, അവനവനെ മനസ്സിലാക്കുക, കൂടുതലുള്ള ആളുകളെ, കൂടുതലുള്ള പാർട്ട്ണറെ മനസ്സിലാക്കുക, ഫൊഗീവ് ചെയ്യുക, മറക്കാൻ സാധിക്കുക, ചില കാര്യങ്ങൾ ക്ഷമിക്കാൻ സാധിക്കുക. ഇതൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളി, അതായത് ലൈക്ക് ഒരു വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു ഫാമിലി സ്റ്റോറി സിറ്റുവേഷനിൽ കൂടി ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ചില ഇമോഷണൽ മൊമെന്റ്സ് ഉണ്ടായിരിക്കണം. ചില ആളുകളായിട്ട്, നിങ്ങളുടെ വീട്ടുകാരായിട്ട്, നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ കുട്ടികളായിട്ട്, ചില വളരെ ആത്മബന്ധം തോന്നുന്ന ചില സിറ്റുവേഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നിങ്ങൾ ബ്ലെസ്ഡ് ആയിട്ട് കാണേണ്ട ഒരു മൊമെന്റ് ആണ്. ഓക്കെ, അതായത് ചില ബന്ധങ്ങൾ എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല അല്ലെ, അല്ലെങ്കിൽ ചില ആളുകളുടെ സ്നേഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചില സ്പെഷ്യൽ ആയിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത്
എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. സോ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ആരോ ഉണ്ടാവുന്നുണ്ട്, ആ വ്യക്തിയുമായിട്ടുള്ള വളരെ ആത്മബന്ധം തോന്നുന്ന അല്ലെങ്കിൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. ഓക്കെ, അത് ഒരിക്കലും നിങ്ങൾക്ക് മറക്കാൻ പറ്റുന്ന ഒരു കാര്യം ആയിക്കൊള്ളണമെന്നില്ല. അതായത് പരസ്പരം അത്രയും ആ ഒരു സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കുക എന്ന് പറയുന്നത് പോലെ, അത് വീട്ടുകാരായിട്ടായിരിക്കാം, നിങ്ങളുടെ പാരൻസോ നിങ്ങളുടെ പാർട്ട്ണറോ നിങ്ങളുടെ കുട്ടികളോ, മെയിൻലി നിങ്ങൾക്കുള്ള രക്തബന്ധത്തിന് കൂടുതൽ തിരിച്ചറിയുന്ന പോലത്തെ ചില സിറ്റുവേഷൻ. ഓക്കെ, ചില ആളുകൾക്ക് നിങ്ങൾ കുറേ കാലത്തിന് ശേഷമായിരിക്കാം നിങ്ങളുടെ സിബ്ലിങ്സിനെ കാണാൻ പോകുന്നത്, ആദ്യമായിട്ടോ അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സ് ആയിട്ടുള്ള നിങ്ങളുടെ സഹോദരങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്തൊക്കെയോ മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, വളരെ ഡീപ്പ് ആയിട്ടുള്ള മാറ്റങ്ങൾ. സോ കുറേ കാലത്തിന് ശേഷം നിങ്ങൾ സംസാരിക്കുന്നത് അപ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ചില സാഹചര്യം വരുന്ന സമയത്ത് ആരാർക്ക് ഉണ്ടാവുന്നുള്ള ഒരു തിരിച്ചറിവൊക്കെ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ അവിടെ. ഓക്കെ, അത് ഈവൻ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തും നിങ്ങൾക്ക് വലിയൊരു ആത്മബന്ധം തോന്നുന്ന ചില മുഹൂർത്തങ്ങൾ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഒരു അതായത് ലൈക്ക് വളരെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ പോയിട്ട് ഫൈനലി ഒരു സന്തോഷമായിട്ടുള്ള ഒരു ക്ലൈമാക്സിലേക്ക് വരുന്നത് പോലെ. ഓക്കെ, ഒരുപാട് കോൺഫ്ലിക്റ്റിലൂടെയൊക്കെ പോയി embrace through each other you find the missing pieces. Exactly. So ചില ആളുകൾ അവരുടെ ഒരു റോള് നമ്മുടെ ലൈഫിൽ എത്രമാത്രം ഉണ്ട് എന്നൊക്കെ പരസ്പരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് ആക്സെപ്റ്റൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, സ്നേഹം ആക്സെപ്റ്റ് ചെയ്യുക, ചില സിറ്റുവേഷൻസ് ആക്സെപ്റ്റ് ചെയ്യുക, എംബ്രേസ് ചെയ്യുന്ന ചില മൊമെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ചേർത്ത് പിടിക്കുന്ന ചില മൊമെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില ഇൻറ്റിമസി നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അഫെക്ഷൻ, ഫിസിക്കൽ അഫെക്ഷൻ. ഓക്കെ, ആദ്യമായിട്ട് നിങ്ങൾ ഫിസിക്കൽ അഫെക്ഷൻ അനുഭവിക്കുന്നുണ്ടായിരിക്കണം ചില ആളുകൾ. അതായത് ഗ്രൂപ്പ് നമ്പർ 3, മാർക്ക് മൈ വേർഡ്, നിങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ട് നിങ്ങൾ അത്രയ്ക്ക് നിങ്ങളുടെ ശരീരത്തിന് മനസ്സിന് അത്ര ടച്ച് ചെയ്യുന്ന സ്പർശനം അല്ലെങ്കിൽ അഫെക്ഷൻ ആയിരിക്കാം, ഇൻറ്റിമസി ആയിരിക്കാം. ഓക്കെ, ഫിസിക്കൽ ഇൻറ്റിമസി, അതായത് ഫിസിക്കൽ റിലേഷൻഷിപ്പും ആയിരിക്കാം ചില ആളുകൾക്ക്. അത് ആദ്യമായിട്ടൊരു അത്ര ഡീപ്പായിട്ടൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതോ ഫിസിക്കൽ അഫെക്ഷൻസ് ഉണ്ടാവുന്നതായിരിക്കാം. ഓക്കെ, അതായത് ആദ്യമായിട്ട് നിങ്ങൾ, ഫോർ എക്സാമ്പിൾ, ആദ്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെയോ നിങ്ങളുടെ പാരൻസിനെയോ ആദ്യമായിട്ട് ചേർത്ത് പിടിക്കുക, ഹഗ് ചെയ്യുക, അവർ നിങ്ങൾ അത്ര ക്ലോസ് ആയിട്ട് കണക്ട് ചെയ്യുക, നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം. ഇങ്ങനത്തെ ചില മൊമെന്റ്സ്, ഇങ്ങനത്തെ ചില വൈകാരികമായിട്ടുള്ള ചില മൊമെന്റ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ, ഞാൻ വളരെ നല്ല രീതിയിൽ മലയാളമൊക്കെ പറയാൻ പഠിച്ചു അല്ലെ, ഇങ്ങനത്തെ ചില ഇമോഷണൽ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു ടൈമിൽ. ഓക്കെ, സോ അത് ലൈക്ക് അതൊരു ബ്ലെസ്സിങ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ, ഒരു വലിയൊരു അനുഗ്രഹമാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്കത് ഉണ്ട്. ഓക്കെ, നിങ്ങളത് ഡിസേർവ് ചെയ്യുന്ന കാര്യമാണ്. സോ മേ ബി ലൈക്ക് നിങ്ങൾ ഈ ഒരു സമയത്ത് അങ്ങനത്തെ ഒരു ആരാണെങ്കിൽ അങ്ങനെയൊക്കെ വരാൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ, അതൊക്കെ പോസിബിൾ ആണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ബിക്കോസ് ഡെഫിനറ്റ്ലി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം ആയിക്കൊള്ളുന്നില്ല അല്ലെ, നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇതുവരെ കേട്ടതോ അനുഭവിച്ചതോ ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് നിങ്ങളൊരു കാര്യം ഈ ഒരു സമയത്ത് നിങ്ങൾ അതിന്ന് അനലൈസ് ചെയ്യരുത് കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെയല്ല, നിങ്ങൾ കേട്ടതോ നിങ്ങൾ കണ്ടതോ ഒന്നുമല്ല നിങ്ങളുടെ റിയാലിറ്റിയിൽ ഇനി കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3, ഈ ഒരു സമയത്ത് നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്ന ആളുകളുടെ കോൺവെർസേഷനിൽ എൻഗേജ്ഡ് ആവരുത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം കൂട്ടുന്ന തരത്തിലുള്ള കോൺവെർസേഷൻസ് തരുന്ന ആളുകളുടെ കൂടെ അല്ലെങ്കിൽ അങ്ങനത്തെ കോൺവെർസേഷനിൽ നിങ്ങൾ സ്റ്റക്ക് ആവരുത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ കുറച്ച് സമയത്തേക്ക് ആര് കേൾക്കുന്നു, എന്ത് കേൾക്കുന്നു, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങളുടെ കൂടുതൽ ആളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എവിടുന്ന് കേൾക്കുന്ന ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ സങ്കടം, നിങ്ങളുടെ ദേഷ്യം, നിങ്ങളുടെ വെറുപ്പ്, നിങ്ങളുടെ ലിമിറ്റേഷൻസ് ഫീഡ് ചെയ്യുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ കേൾക്കരുത്, അതിൽ നിങ്ങൾ സ്റ്റക്ക് ആവരുത്, അത് നിങ്ങൾ എടുക്കുകയേ ചെയ്യരുത്. ഓക്കെ, ബിക്കോസ് ഈ ഒരു സമയത്ത് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അവേക്കനിങ് ഓർ ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ അത്ര കാലമായിട്ട് വിശ്വസിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് അങ്ങനെയല്ലാന്ന് പ്രൂവ് ചെയ്ത് തരുന്നുണ്ട് ലൈഫിൽ. ഓക്കെ, ഈ വ്യക്തിയായിട്ട് ഒരിക്കലും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും എൻ്റെ പാരൻസിനെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ കുട്ടികളെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും എൻ്റെ വീട്ടിലേക്ക് എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, കമോൺ ഗൈസ്, നിങ്ങളുടെ ആ ഒരു വിശ്വാസം തകർക്കുന്ന കാര്യങ്ങളായിരിക്കാം
ഈ ഒരു സമയത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇതൊക്കെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇങ്ങനത്തെ ആയിരിക്കാം, നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഇതുപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ആയിരിക്കാം. നിങ്ങളുടെ വിശ്വാസങ്ങൾ അങ്ങനെ എല്ലാം കാണിച്ചു തരാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഓ മൈ ഗാഡ്, നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങളുടെ ചില ലിമിറ്റിംഗ് ബിലീഫ് ഡെഫിനറ്റ്ലി നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എവിടെയാണോ നിങ്ങൾ ഒരുപാട് നിങ്ങളെ കെട്ടി വയ്ക്കാൻ ശ്രമിക്കുന്നത് അത് ഡെഫിനറ്റ്ലി നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇനീഷ്യലി നിങ്ങൾ ആ ഒരു കാർഡ് കണ്ടതുപോലെ നിങ്ങൾ ചില കാര്യങ്ങളിൽ നിങ്ങൾ വില്ലിങ് ആവുന്നേ ഇല്ല. നിങ്ങളുടെ ആ ഒരു ലിമിറ്റേഷനിൽ മാത്രമായിട്ട് സ്റ്റക്ക് ആയിട്ട് നിന്ന് പോവാണ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. ഓക്കെ, പുതിയ പുതിയ അനുഭവത്തിലേക്ക് വരിക, ഫൊർഗീവ് ചെയ്യുക, പുതിയ മാറ്റങ്ങൾ, പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. ഗ്രൂപ്പ് നമ്പർ 3, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? ഓക്കെ, സോ നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത റോൾസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ പെർഫോം ചെയ്യാത്ത പല കാര്യങ്ങൾ ലൈഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അതാണ് നിങ്ങൾക്കുള്ള വലിയൊരു മാറ്റം എന്ന് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കാത്ത ചില കാര്യത്തിലേക്കൊക്കെ നിങ്ങൾ ഇറങ്ങി വരേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് ലൈക്ക് നിങ്ങൾക്ക് ചില ആളുകളുമായിട്ടോ ചില സിറ്റുവേഷനുമായിട്ടോ നിങ്ങൾക്ക് ഇങ്ങനൊന്നും ആവാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ചില ആളുകൾ ഉണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ് കാണിച്ചുകൊണ്ടുള്ള പല കാര്യങ്ങളിലേക്ക് നിങ്ങൾ എൻഗേജ്ഡ് ആവേണ്ടതായിട്ടുണ്ട്. അതായത് ചില പ്ലേസിൽ നിങ്ങൾ ഫിസിക്കലി ഉണ്ടാവണം. ചില ആളുകളെ നിങ്ങൾ ഫിസിക്കലി കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് എന്ന് കണ്ടിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ കുറെ കാലമായിട്ട് കാണാത്ത ആളുകളെ അങ്ങനെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ വരേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ കൂടെ അവർ വരേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു വീട്ടിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ പ്രോബബ്ലി നിങ്ങളുടെ അത്ര കാലത്ത് ചില ലിമിറ്റിംഗ് ബിലീഫ്സ് ഒക്കെ ബ്രേക്ക് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളും ആയിരിക്കാം. ഓക്കെ, റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, സോ പല കൺഫ്യൂഷൻസും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം ഇങ്ങനത്തെ ചില മാറ്റങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ. പക്ഷെ നിങ്ങൾ ചില ആളുകൾ വളരെ നല്ല രീതിയിൽ അതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്, അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പുതിയ കാര്യങ്ങളൊക്കെ. ഓക്കെ, പുതിയ മാറ്റങ്ങളൊക്കെ ആ ഒരു ഫ്രീഡം നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ആ ഒരു പ്രസൻസ്, നിങ്ങളുടെ സ്നേഹം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്നേഹം നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനും കൂടെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾക്ക് ഒരുപാട് ആളുകളെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആളുകൾ ഉണ്ടാവുന്നുണ്ട്, എൻ്റെ ആളുകൾ എന്ന് പറയാൻ. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്ന ചില മൊമെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. അത് ഈവൻ നിങ്ങളുടെ രക്തബന്ധങ്ങളായിരിക്കാം, ഓർ നിങ്ങൾ കണ്ടുമുട്ടുന്ന ആളുകളായിരിക്കാം. ഓക്കെ, സോ ചില റിലേഷൻഷിപ്പ് നമ്മളുടെ ബ്ലഡ് റിലേഷൻഷിപ്പിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ളതായിരിക്കും, അല്ലെ? സോ നിങ്ങൾക്ക് അങ്ങനെയും കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ചില അവസരങ്ങൾ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പല ലിമിറ്റേഷൻസ് ഒന്നും പുറത്തേക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, നിങ്ങൾക്ക് എന്ത് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല, അതൊക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, യാത്ര അഗെയിൻ ഇൻവോൾവ് ആവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3, സോ നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. ആ യാത്ര നിങ്ങൾക്ക് വിജയകരമായിട്ട് ഫിനിഷ് ചെയ്യാനും കൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, വളരെ പോസിറ്റീവായിട്ട് സിറ്റുവേഷൻസ് ഡീൽ ചെയ്യാനും കൂടെ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും സിറ്റുവേഷൻസ് കുറെ കൂടെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫേവർ ആയിട്ടും വരുന്നുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ പോസിറ്റീവായിട്ടും കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. യാത്ര ചെയ്യണം. ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, സോ അത് പ്രോബബ്ലി നിങ്ങൾ വേറെ പ്ലേസിലേക്ക് പോകുന്നതായിരിക്കാം, വേറെ കൾച്ചറുമായി കണക്ട് ചെയ്ത് വർക്ക് ചെയ്യേണ്ട ആളുകൾ ഉണ്ടാവുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന ഒരു പ്ലേസിനേക്കാൾ കൂടുതൽ നിങ്ങൾ മാറി പോകുന്നത് നല്ലതായിരിക്കാം. ഓക്കെ, സോ അത് തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ദൂരെ ഒരു പ്ലേസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആളുകളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് പോലെ. അത് ചില ആളുകൾക്ക് ആക്ച്വലി നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നതായിരിക്കാം, നിങ്ങളുടെ അങ്ങനെ ഹോം ഫീലിങ്സ് തരുന്ന ആളുകളിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് തരുന്നത് നിങ്ങൾ വേറെ പ്ലേസിലേക്ക് പോകുന്ന സമയത്തായിരിക്കാം, വേറെ കൺട്രി ആയിരിക്കാം. കാരണം ചില ആളുകൾ വളരെ ദൂരെ യാത്രയിലേക്ക് ഇൻവോൾവ് ആവുന്നുണ്ട്. സോ അത് പ്രോബബ്ലി വേറെ കൺട്രിയിലേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും പ്രോസസ്സ് ഉണ്ടായിരിക്കണം. സോ വിത്തിൻ 3 months ടൈം നിങ്ങൾ എങ്ങോട്ടെങ്കിലും പ്രോബബ്ലി നിങ്ങൾ ദൂരദേശത്തേക്ക് പോവേണ്ടതായിട്ടുണ്ടായിരിക്കണം. റൈറ്റ്, ഗ്രൂപ്പ് നമ്പർ
3. യെസ്, നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും വലിയൊരു ലിമിറ്റേഷൻ ആണ് നിങ്ങൾ ക്രോസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു ബ്ലെസ്സിങ് ആണ്. അത് നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു ബ്ലെസ്സിങ് ആണ്. ആൻഡ് ഫൈനലി നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാനുള്ള ഒരു കറേജ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരു പവർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഒരു ട്രൂ നേച്ചർ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ട്രൂ ടാലന്റ് നിങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന്റെ ചില അനുഗ്രഹങ്ങളോ ആൻസിസ്റ്റേഴ്സിന്റെ ചില കഴിവുകളോ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കത് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു അംശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കൂടെ സാധിക്കുന്നുണ്ട്. അതാണ് ചില സമയത്ത് നിങ്ങൾക്ക് വളരെ ഒരു സൂപ്പർ പവർ പോലെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ തോന്നും. ഓക്കെ, അതായത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് ഒരിക്കലും ചില ആളുകളായിട്ട് സംസാരിക്കാനേ പറ്റില്ല. പക്ഷെ ജസ്റ്റ് ഇമാജിൻ നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്ത് നിങ്ങൾ സംസാരിച്ച് അവരുടെ വളരെ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുക, വളരെ ഒരു സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ആ ഒരു ആക്ഷൻ ആലോചിച്ച് നിങ്ങൾക്ക് വളരെ പ്രൗഡായിട്ട് തോന്നും അല്ലേ? പക്ഷെ അത് കുറേ കാലമായിട്ട് നിങ്ങളെ ലിമിറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. സോ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, എന്ത് മാറ്റാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സമയത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ സ്വാതന്ത്ര്യമായിട്ടും ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ സ്വതന്ത്രമായിട്ടും ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഫ്രീഡം നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ളൊരു ഫ്രീഡവും നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങളുടെ പൊസിഷനിൽ ചില മാറ്റങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ വീട്ടിലെ സ്ഥാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നതായിരിക്കാം. ജോലി സ്ഥലത്ത് ഉയർന്ന പൊസിഷനിലേക്ക് നിങ്ങൾ വരേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മീഡിയ വഴിയൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ ഗ്രാഫ് ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു അസെറ്റ്, നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മെന്റാലിറ്റി മാത്രമാണ്. ഓക്കെ, നിങ്ങൾക്ക് ക്യാഷോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കുറെ ആളുകളോ ഒന്നല്ല ഈ ഒരു ടൈമിൽ വേണ്ടത്. നിങ്ങളുടെ ഒരു പോസിറ്റീവ് മെന്റാലിറ്റിയാണ് നിങ്ങളുടെ ഈ ഒരു സമയത്ത് ഏറ്റവും വലിയൊരു അസെറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വളരെ ജനറസ് ആയിട്ട് നിങ്ങൾ പെരുമാറുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കാൻ വില്ലിങ് ആവുന്നുണ്ട്. സോ നിങ്ങൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം എന്നല്ല കൊടുക്കുന്നത്, നിങ്ങൾ അവിടെ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൈൻഡ്നെസ് ആണ്, സ്നേഹമാണ്, ആളുകളുടെ ഒരു അനുകമ്പ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് പല കാര്യങ്ങളും ക്ഷമിക്കാനൊക്കെ സാധിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീഡം നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളെ തന്നെ കൂടുതൽ ഡിസ്കവർ ചെയ്യാൻ അത് സഹായിക്കുന്നത്. ഓക്കെ, ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുത്ത് പറയേണ്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഇത്ര സമയമായിട്ട് ഇതുപോലത്തെ ചില കാര്യങ്ങൾ നിങ്ങൾ ക്ലോസ് ചെയ്യാണ്. അതായത് നിങ്ങളുടെ ലൈഫിന്റെ വലിയൊരു ചലഞ്ച് നിങ്ങളതൊരു ചലഞ്ച് ആയിട്ട് കണ്ടിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കത് അങ്ങനെ തോന്നിയിട്ടേ ഉണ്ടാവില്ല ചില കാര്യങ്ങൾ. ബിക്കോസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ചലഞ്ച് ആയിട്ട് എടുക്കില്ല അല്ലെ? സോ ചില ആളുകളെ മാറ്റാൻ സാധിക്കുക അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് ട്വിസ്റ്റ് ചെയ്യാൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. സോ നിങ്ങൾ ആ ഒരു സാഹചര്യമായിട്ട് ജീവിച്ചു പോകുന്ന ആളുകളായിരിക്കാം. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരെ അവിടെ മാറുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിന്റെ പുതിയ ടാസ്കിലേക്കാണ് പോകുന്നത്, പുതിയ ലൈഫ് മെഷീനിലേക്കാണ് വരുന്നത്, പുതിയ സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ വളരെ ഡീപ്പ് ആയിട്ടുള്ള ചില കണക്ഷൻസ്, അങ്ങനത്തെ ചില ആളുകൾ, അത്ര ഡീപ്പ് ആത്മബന്ധം തോന്നുന്ന ആളുകളെ നിങ്ങൾ സ്പർശിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതായത് അവരുടെ ഫിസിക്കൽ പ്രസൻസ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കണക്ഷനിലേക്കൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനത്തെ ഓൾറെഡി റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് അതിൻ്റെ ഒരു ബെസ്റ്റ് ഫോമിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അവരെ കണ്ടുമുട്ടേണ്ടതായിട്ടുണ്ട്, വീണ്ടും കണ്ടുമുട്ടേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങളുടെ സോൾമേറ്റ്, ട്വിൻ ഫ്ലെയിം പോലെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ചില റിലേഷൻഷിപ്പ് നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ എടുത്തു പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടാണ് അവിടെ സംഭവിക്കുന്നത്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരുന്നത് നിങ്ങളെ വീണ്ടും വിഷമിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ അല്ല. ഓക്കെ, സോ വരുന്നൊരു 3 weeks ടൈം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസും കൂടിയാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ പെർഫോം ചെയ്യാൻ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെസ്സേജ് ആണ്. ജോലിയിൽ നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കും. ഓക്കെ, നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങൾ ഒരാൾക്ക് ഈ ഒരു സമയത്ത് തോൽപ്പിക്കാൻ സാധിക്കില്ല, താഴെ വിടാൻ സാധിക്കില്ല. ബിക്കോസ് നിങ്ങൾ ലൈക്ക് ഇൻ ആൻഡ് ഔട്ട് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കർമ്മ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ ജോബ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീഷനൊക്കെ ഉണ്ടെങ്കിലോ എന്തെങ്കിലും അതായത് പ്രൊമോഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ ഈവൻ അത് ട്രാൻസ്ഫറും ആയിരിക്കാം ചില ആളുകൾക്ക്. നിങ്ങളുടെ കമ്പനി നിങ്ങളെ വേറെ പ്ലേസിലേക്ക് അയക്കാനുള്ളൊരു സാധ്യത ഉണ്ടാവുന്നുണ്ട്, വേറെ കൺട്രിയിലേക്ക് ആയിരിക്കാം. ഓക്കെ, സോ ഇങ്ങനത്തെ ചില അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ വരുന്ന സമയത്ത് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക ഗ്രൂപ്പ് നമ്പർ 3. സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.